കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ കാറുമായി അജ്മൽ അമിതവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. റോഡരികിലെ മതിലിൽ കാറ് ഇടിച്ചു നിർത്തി. കാറിനെ പിന്തുടർന്നെത്തിയ യുവാക്കളും അജ്മലും തമ്മിൽ വാക്കുതർക്കം. കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ രക്ഷിക്കാനും അതിനിടെ അജ്മൽ ശ്രമിച്ചു. അജ്മലും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കുതർക്കമുണ്ടായി. ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയിട്ടും താനൊന്നും ചെയ്തിട്ടില്ലേ എന്ന ലാഘവത്തോടെയായിരുന്നു അയാളുടെ പ്രവർത്തികളെല്ലാം. പോലീസ് എത്തിയതോടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് പ്രതി രക്ഷപ്പെട്ടു. പെരയ്ക്കകത്തോട്ട് കയറി വരാൻ നേരം വൈഫ് കൈകൊണ്ട് തടഞ്ഞപ്പോൾ വൈഫിന്റെ കൈ വലിച്ച് തട്ടിയിട്ടാണ് അകത്തോട്ട് കയറിയത്. നീ അതിനകത്ത് ഇരിക്കണ്ട, നീ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് പ്രവശത്തെ മുതൽ കയറി തൊട്ട് പുറകെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന അജ്മലിന്റെ കൂടെ വന്ന ആ പെണ്ണും നമ്മുടെ വീട്ടിൽ കയറി വന്നപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം ഈ ഇതിനകത്തോട്ട് കയറിയ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നായി. പിന്നീട് പോലീസ് ഡോക്ടർ ശ്രീകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. അപകടമുണ്ടാക്കിയ സമയത്ത് പ്രതികൾ മദ്യം മാത്രമാണോ കഴിച്ചിരുന്നത്? അല്ലെന്നാണ് പോലീസ് നിഗമനം. ഇവർ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് സ്ഥിരീകരിക്കാൻ വേണ്ടി പ്രതികളുടെ രക്തസ്രവ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചു. അജ്മലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു. അജ്മലിന് ഉടൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അതേസമയം അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഡോക്ടർ ശ്രീകുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങൾ അജ്മൽ വാങ്ങിയിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ വിശദാംശങ്ങൾ തേടി പോലീസ് ബാങ്കിനെ സമീപിക്കും. ഇരുവരെയും കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ അന്വേഷണ സംഘം നാളെ കോടതിയിൽ സമർപ്പിക്കും. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.